Hi all, welcome to Competitive Cracker. ഞാൻ ശരൺ. നമുക്കറിയാം അടുത്തൊരു സെറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാം നടക്കാൻ പോകുന്ന അടുത്ത ജനുവരിയിലാണ് അല്ലെ. പുതിയ നമ്മുടെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വരാറായിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതായത് പുതിയ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് എന്ത് അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത്. അതായത് തേർഡ് സെം ആയിട്ടുള്ള PG സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, BEd സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവരെല്ലാം അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇത് അടുത്ത ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നേടിയെടുക്കണം അല്ലെ. ഏത് സ്ട്രാറ്റജിയിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് HSST എക്സാമുകളാണ് അല്ലെ. HSST എക്സാമുകളാണ്. ഇപ്പൊ ഇനി NEP ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ചിലപ്പോൾ ഇവിടെ വരാം, HSSTയിലൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ HSST എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾക്ക് അവിടെ എഴുതണമെങ്കിൽ നിങ്ങൾ ഏത് ക്വാളിഫൈഡ് ആവണം, നിങ്ങളൊരു സെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം അവിടെ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു സെറ്റ് എക്സാം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നേടിയെടുക്കാം, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു സെറ്റ് എക്സാം നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്കറിയാം ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ സിലബസ് ആണ്. നിങ്ങൾക്കറിയാം LBSന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സെറ്റിന്റെ സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു സെറ്റിന്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാം, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ജനറൽ പേപ്പറിന്റെ. ഓക്കെ, സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2 പേപ്പറിലാണ് അല്ലെ. ജനറൽ പേപ്പർ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് സബ്ജക്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ ഒരു സബ്ജക്റ്റിന്റെയും ജനറൽ പേപ്പറിന്റെയും സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. അതായത് ഈ ഒരു സെറ്റ് എക്സാമിന് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 6 യൂണിറ്റുകളാണുള്ളത് അല്ലെ. 6 യൂണിറ്റുകളാണുള്ളത്. അപ്പൊ ആ സിലബസിലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു GK എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെയാണ് യൂണിറ്റ് 1ഉം 2ഉം 3ഉം. ഓക്കെ, യൂണിറ്റ് 4, 5, 6 ആണ് നമ്മൾ BEdന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, യൂണിറ്റ് 4ഉം 5ഉം 6ഉം ആണ് നമ്മുടെ BEdനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് GK, അതായത് നമ്മൾ PSC ഒക്കെ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാം അതേ ഒരു ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ, ആ ലെവലിലല്ല നല്ല ഹയർ ലെവൽ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, യൂണിറ്റ് 1ഉം 2ഉം 3ഉം അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ PSCക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ, നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണെങ്കിൽ ആദ്യത്തെ 3 യൂണിറ്റ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട 3 യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം യൂണിറ്റ് 1ൽ നിങ്ങൾ ജനറൽ സയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാത്സ് വരുന്നുണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ പൊളിറ്റിക്സ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം 10th ലെവലിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, 10th ലെവലുള്ള GK കാര്യങ്ങളാണ് ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ് ടു 10th ലെവലാണ് നമ്മൾ എവിടെ പഠിക്കേണ്ടത്, യൂണിറ്റ് 1ഉം 2ഉം 3ഉം പഠിക്കേണ്ടത്. അപ്പൊ അത് കേരള റിനൈസൻസ് പഠിക്കാനുണ്ട്, ഇന്ത്യൻ റിനൈസൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ ജനറൽ സയൻസിൽ, അതായത് ബയോളജിയിലെ ചോദ്യങ്ങൾ, കഴിഞ്ഞൊരു എക്സാമിന് ബയോളജിയിൽ നിന്ന് മാത്രമായിരുന്നു ചോദ്യങ്ങൾ വന്നത്, ഫിസിക്സും കെമിസ്ട്രിന്നും വന്നിട്ടില്ല. അപ്പോൾ ബയോളജിയിൽ നിന്ന് തന്നെ 8th ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക്, അതിൽ 1ാമത്തെ ചാപ്റ്ററിനെ പഠിച്ച ആളുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ. അപ്പൊ അതെല്ലാം 10th ലെവൽ, അപ് ടു 10th ലെവൽ വരെയാണ് നമ്മുടെ ജനറൽ സയൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ എക്കണോമിക്സ് വരാറുണ്ട്. എക്കണോമിക്സ് ഒക്കെ കൂടുതലായിട്ടും നമ്മളെ കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യങ്ങളാണ് എക്കണോമിക്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ചോദ്യങ്ങളാണ് എക്കണോമിക്സ് എന്ന് വരുന്നത്. അപ്പം നമ്മൾ ഈ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ഇന്ന് തന്നെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ജനറൽ പേപ്പറിൽ 4 പേജേ വരുന്നുള്ളൂ, നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് അതും എന്താ മാറി വരാം, മാക്സിമം ഒരു 10 പേജ് 2 കൂടെ വരുമായിരിക്കും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ആ സിലബസിൽ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 2ാമത്തെ സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ച് 2ാമത്തെ കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഈ അപ് ടു 10th ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങളിപ്പം ഞാനിപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞു, കേരള റിനൈസൻസ് എന്ന് പറഞ്ഞു അല്ലെ, നിങ്ങൾ അവിടെ അത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഓക്കെ, എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ. ചില ആളുകൾ കഴിഞ്ഞൊരു എക്സാമിനൊക്കെ ചില ആളുകൾ ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അവരുടെ സബ്ജക്റ്റ് അല്ല, അവര് എന്താണ് ആർട്സ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അവർ കൂടുതൽ സമയം ഇതിനു വേണ്ടി കൊടുത്തു. പക്ഷെ 1ഓ 2ഓ ചോദ്യമേ ഫിസിക്സും കെമിസ്ട്രിയും, അതായത് ഓരോ ഏരിയയിൽ നിന്നും വരുന്നുള്ളൂ. മാക്സിമം ഒരു 6 ചോദ്യം മാത്രമേ ഈ ഒരു 3 ഏരിയയിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം,
കൂടുതലായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ 10th ലെവൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞാൽ വൈഡായിട്ട് കിടക്കുകയാണല്ലേ, ഒരുപാട് ടോപ്പിക് ഉണ്ട്. അപ്പോൾ എല്ലാം കവർ ചെയ്ത് പോകാൻ ഉള്ളൊരു സമയവും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല. കാരണം നമുക്ക് ജനറൽ പേപ്പർ മാത്രം പഠിച്ചാൽ പോരാ അല്ലേ, നമ്മുടെ സബ്ജക്റ്റ് അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പം ഞാൻ എന്താണ് കേരള റിനൈസൻസ് എന്ന് പറഞ്ഞു. കേരള റിനൈസൻസിന് എങ്ങനെയായിരുന്നു പ്രീവിയസ് ഇയർ ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യൻ റിനൈസൻസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ റിനൈസൻസിൽ എങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നമ്മുടെ LBSന്റെ സൈറ്റിൽ തന്നെ 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ LBSന്റെ സൈറ്റിൽ കാണാം. അതിന്റെ ആൻസർ കീയും കാണാം. അങ്ങനെ കൃത്യമായിട്ടൊരു അനാലിസിസ് നടത്തിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അല്ലെ PG ലെവലുള്ള ചോദ്യങ്ങൾ വരെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയ നമ്മുടെ ആവശ്യമാണ്. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്താണ് സെറ്റ് എക്സാം ആണ് അല്ലെ. നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്? +1 +2 സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്താണ് ഈ ഒരു ക്വാളിഫയിങ് എക്സാം പാസ്സാവുന്ന അല്ലെങ്കിൽ അതിന് ചോദ്യം ഇടുന്ന ആളുകൾക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനവും എന്തായിരിക്കണം, അങ്ങനെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിൽ കൂടെ തന്നെയായിരിക്കണം പോകേണ്ടത്. അതായത് ഇപ്പൊ ജനറൽ പേപ്പർ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ GK കാര്യങ്ങൾ ഉൾപ്പെടെ, പിന്നെ പറഞ്ഞത് BEdലെ കുറച്ച് ടോപ്പിക് അല്ലെ, നമ്മുടെ ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ICT, അങ്ങനെ റിസർച്ച്, നമ്മൾ BEdന് എന്തൊക്കെ ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഈ സെറ്റ് എക്സാമിനും പഠിക്കാനുണ്ട്, യൂണിറ്റ് 4ലും 5ലും 6ഉം ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ 3 യൂണിറ്റിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നു. യൂണിറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വെക്കാബുലറിയും ഗ്രാമറുമാണ്. യൂണിറ്റ് 3 എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ആണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ സെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ആണ്. ഒരു 20ഓളം മാർക്കിന് കറണ്ട് അഫെയർ ചോദിക്കാറുണ്ട്. നമുക്കത് ഒഴിവാക്കിയിട്ട് പഠിക്കുക എന്ന് വിചാരിച്ചാലും നടക്കില്ല. 20ഓളം മാർക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ കറണ്ട് അഫെയറും കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകും. ഏകദേശം 1.5 വർഷം മുമ്പുള്ള കറണ്ട് അഫെയർ ഒക്കെയാണ് നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവുക. ഓക്കെ, നിങ്ങൾ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ +1 +2 ഡിഗ്രി PG എല്ലാം നിങ്ങൾ പഠിച്ച ടോപ്പിക് ഒക്കെ എവിടെ വരാം, നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയയിലും വരാം. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഏരിയയും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ഒന്നും അല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ ഇന്ന് എന്തൊക്കെ പഠിക്കും, കാരണം നമുക്ക് ഇതിന് 2 പേപ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടിലും എന്താണ് മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്യണം. അതുകൂടാതെ തന്നെ അഗ്രിഗേറ്റും ക്വാളിഫൈ ചെയ്യണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്ത ആളുകളാണെങ്കിലും ഒന്ന് ആ വീഡിയോ നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 48ഉം എന്ത് വേണം, ജനറൽ പേപ്പറിനും 48 സബ്ജക്റ്റിനും വേണം. അതോടൊപ്പം തന്നെ അഗ്രിഗേറ്റ് സ്കോർ ആയിട്ട് നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം, 116 സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്കോർ ചെയ്താലേ നിങ്ങൾ ഒരു എക്സാം ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. മിനിമം മാർക്കും വേണം, പിന്നെന്താണ് അഗ്രിഗേറ്റും എന്ത് ചെയ്യണം, നിങ്ങൾ ക്വാളിഫൈഡ് ആവണം. അപ്പം 2 പേപ്പറിന് നിങ്ങൾ ഒരേപോലെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്, നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു ഭാഗത്ത് വീക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടി, അല്ലെങ്കിൽ മിനിമം ക്വാളിഫയിങ് മാർക്ക് നിങ്ങൾക്ക് നേടി, അഗ്രിഗേറ്റ് നേടാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ സെറ്റ് ക്വാളിഫൈഡ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിൽ വേണം. ആ സ്റ്റഡി പ്ലാൻ എന്നുള്ളതിൽ എന്ത് വേണം, നമ്മുടെ ജനറൽ പേപ്പറിൽ ഓരോ യൂണിറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റും ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കണം. ഓക്കെ, ഇപ്പൊ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും നിങ്ങൾ ഏത് രീതിയിൽ തന്നെ വേണം പഠിക്കാൻ. സിലബസ് എടുക്കുക, സിലബസിൽ ആ ഒരു ഏരിയയിൽ നിന്ന് 1ാമത്തെ യൂണിറ്റ് ആണ്, 1ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ മൊഡ്യൂൾ എടുക്കുക. 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഏത് മൊഡ്യൂളിൽ നിന്നാണ്. ഒരു യൂണിറ്റിൽ തന്നെ 2-3 മൊഡ്യൂൾ ഉണ്ടാവും. ഏത് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു അനാലിസിസ് നിങ്ങൾ സ്വയം നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ പഠിക്കുക.
ഡെയിലി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുന്ന. ചില ആളുകൾക്ക് ചില സബ്ജക്റ്റ് വീക്കായിരിക്കും. അതായത് ഇപ്പം നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് ജനറൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റും പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബോറിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം പഠിക്കാൻ ശ്രമിക്കുക. ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, സിലബസിൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേണം, എന്ത് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താലേ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഏത് ഏരിയയിൽ നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ എന്തിനെ ബേസ് ചെയ്തായിരിക്കണം, പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറിനെ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. സിലബസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഡെയിലി പഠിക്കാനുള്ള ഏരിയ നിങ്ങൾക്ക് അവിടെ സെറ്റാക്കി, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ പഠിച്ചു പോകാം എന്നുള്ള രീതിയിൽ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഡെയിലി പഠിച്ചു പോകുന്ന കാര്യങ്ങൾ വീക്കിലി എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഒരു ദിവസം ഒരേ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു 1 വീക്ക് കൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം എടുത്ത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ടൈം ടേബിൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് മുമ്പ് കൊടുത്തതും കഴിഞ്ഞ ബാച്ചുകൾക്ക് കൊടുത്തതും ഇപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പുതിയ ബാച്ചിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ്, ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ 1 കുറച്ച് ടോപ്പിക് തരും. അതായത് ഇപ്പോൾ ജനറൽ പേപ്പർ ആണെങ്കിൽ ജനറൽ പേപ്പറിലെ ഒരുവിധം യൂണിറ്റ് 1നെയും യൂണിറ്റ് 4ഉം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുക. അതായത് യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ GK ആണ്, യൂണിറ്റ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ B.Ed പഠിക്കുന്ന പാർട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ എന്താണ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 2 ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നോക്കി പോകാൻ പറ്റും. അങ്ങനെ ഒരു 6 ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സ് കൊടുക്കും. 7ാമത്തെ ഡേ എന്ന് പറഞ്ഞാൽ റിവിഷൻ ഡേ ആണ്. ഓക്കെ, 7ാമത്തെ ഡേ റിവിഷൻ ഡേ ആണ്. ആ റിവിഷൻ ഡേയോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ എക്സാമും എഴുതും. ആ റിവിഷൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 വീക്ക് പഠിച്ച ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ എക്സാം ആയിരിക്കും അത്. അപ്പം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പഠിക്കാൻ കോച്ചിങ്ങിന് ചേരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതേ രീതിയിൽ ഒരു 1 വീക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സൺഡേ ആണെങ്കിൽ സൺഡേ എന്ത് ചെയ്യുക, റിവിഷന് മാറ്റിവെക്കുക. ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പേര് സെറ്റ് എക്സാം എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ പറ്റുന്ന ഏരിയ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റാക്കി വെക്കുക. സൺഡേ ആവുന്ന സമയത്ത് റിവിഷനുള്ള സമയം കൊടുക്കുക. അടുത്തൊരു 1 വീക്കിലേക്കുള്ള ടോപ്പിക്കും നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ആ ഒരു സൺഡേ ഇരുന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിവിഷൻ എക്സാം കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളിപ്പം ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദ്യം നിങ്ങൾ പഠിച്ച ഏരിയ ചിലപ്പം കുറച്ച് ഏരിയ ആയിരിക്കും. ആ കുറച്ച് ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത 2026 സെറ്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. വൈഡായിട്ട് കിടക്കുന്ന ഏരിയ ആണ് സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഈസി ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ഒന്നുമല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് എന്താവില്ല, ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് വരില്ല. കാരണം 120 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെ, 120 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിലൊരു മിനിമം 60 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ, 2 സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഒരു 60 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അഗ്രിഗേറ്റും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ അല്ലെ മാക്സിമം 116 മാർക്കാണ് വരേണ്ടത്. അപ്പോൾ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സെറ്റും നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാർക്ക് നിങ്ങളുടെ മിനിമം ആണ് പറയുന്നത്. ഈ ഒരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠനത്തിന് ക്രമീകരിക്കുക. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി, റിവിഷനോടുകൂടി, മോഡൽ എക്സാം എഴുതുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ കോച്ചിങ് സെറ്റ് അസ്ട്ര 4.0 കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകൾ നമ്മളിപ്പം ഒരാഴ്ച, അടുത്ത ആഴ്ചയൊക്കെയായിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരാഴ്ച പഠിച്ചിട്ട് വേണമല്ലോ നമ്മൾ ലൈവ് ക്ലാസ് തരാൻ വേണ്ടിയിട്ട്. ഒരാഴ്ച പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ലൈവ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. മെൻറ്റർഷിപ്പ് ഉണ്ട്. ഓക്കെ, മെൻറ്റർഷിപ്പ്, വീക്കിലി എക്സാംസ്, അതോടൊപ്പം തന്നെ മന്ത്ലി എത്തിക്കഴിഞ്ഞാൽ മന്ത്ലി റിവിഷൻ എക്സാം തരും. അങ്ങനെ ആ രീതിയിലൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തന്നെ, ഒരുപാട് ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.